ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായി അധികാരത്തിൽ വന്നത് മുതൽ പലവിധ മാറ്റങ്ങൾക്കാണ് അമേരിക്ക സാക്ഷ്യം വഹിക്കുന്നത്. ട്രംപിന്റെ പല പ്രഖ്യാപനങ്ങളും രാജ്യത്തെ പൗരന്മാരെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. സ്വന്തം രാജ്യത്ത് സ്വാതന്ത്ര്യത്തോടുകൂടി നിൽക്കാൻ സാധിച്ചില്ല എങ്കിൽ അത് രാജ്യത്തോടുള്ള വെറുപ്പിനിടയാക്കുമെന്നത് മറ്റൊരു വശമാണ്. അമേരിക്ക ഒരു വലിയ വെല്ലുവിളി നേരിടാൻ പോവുകയാണ്. ട്രംപിന്റെ കടുംപിടുത്തം കാരണം അമേരിക്കൻ പൗരന്മാർ രാജ്യം വിടാൻ ഒരുങ്ങുന്നു. എന്നാൽ അമേരിക്കൻ പൗരന്മാർ താൽപര്യപ്പെടുന്നത് ഇപ്പോൾ ബ്രിട്ടനെയാണ്. ട്രംപിന്റെ രണ്ടാം വരവ്, നികുതി നയങ്ങൾ, വിസ പരിഷ്കാരങ്ങൾ എന്നിവയാണ് തിരിച്ചടിയായിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ബ്രിട്ടീഷ് പൗരത്വം നേടാൻ അപേക്ഷ സമർപ്പിച്ച അമേരിക്കൻ പൗരന്മാരുടെ എണ്ണത്തിൽ വൻ വർധനയാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം 6100-ലധികം അമേരിക്കൻ പൗരന്മാർ ബ്രിട്ടീഷ് പൗരത്വത്തിന് അപേക്ഷിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ബ്രിട്ടീഷ് പൗരത്വ അപേക്ഷകൾ 6% ഉയർന്ന് 2,51,000 ഇത് മറ്റൊരു റെക്കോർഡാണ്. 2024-ലെ അവസാന പാദത്തിൽ അമേരിക്കൻ പൗരന്മാരിൽ നിന്നുള്ള അപേക്ഷകളിൽ കുത്തനെ വർധനവുണ്ടായി. ബ്രിട്ടന് അനുഗ്രഹമായത് ട്രംപിന്റെ രണ്ടാം വരവ് നയങ്ങളുമാണ്. എന്നാൽ ബ്രിട്ടനിലേക്ക് പൗരന്മാരെ ആകർഷിച്ച പ്രധാന ഘടകം നോൺ ഡോം ടാക്സ് സ്റ്റാറ്റസ് നിർത്തലാക്കാനുള്ള തീരുമാനമാണ്. എന്നാൽ ഇത് അമേരിക്കയെ സംബന്ധിച്ച കനത്ത തിരിച്ചടി തന്നെയാണ്. കാരണം തങ്ങളുടെ നാട്ടിലുള്ള പൗരന്മാരെല്ലാം മറ്റൊരു രാജ്യത്തേക്ക് കുടിയേറുന്നത് വഴി അമേരിക്കയ്ക്കുണ്ടാകുന്ന തിരിച്ചടി ചെറുതല്ല. അതുകൊണ്ട് തന്നെ ഈ വെല്ലുവിളി മറികടക്കുന്നതിനുള്ള ബദൽ മാർഗങ്ങൾ ട്രംപ് സ്വീകരിക്കുമെന്നതും ഉറപ്പു തന്നെയാണ്. വിദ്യാസമ്പന്നരായ യുവതി-യുവാക്കൾ രാജ്യം വിട്ട് പോകുന്നത് മറ്റ് രാജ്യത്തിൽ നിന്നുള്ള കുടിയേറ്റത്തിനും കാരണമായേക്കാം. ഇത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ്. വെറും 6 മാസത്തിനുള്ളിൽ 5800-ൽ അമേരിക്കക്കാർ പൗരത്വം അപേക്ഷിക്കുകയുണ്ടായി ബ്രിട്ടനിലേക്ക്. ഇത് 2019-ലെ ആകെ ജനസംഖ്യയുടെ 3 ഇരട്ടി വരും. 2024-ലെ അവസാന പാദം കഴിഞ്ഞ് 20 വർഷത്തിനിടയിലെ ഏതൊരു 3 മാസ കാലയളവിലും റെക്കോർഡ് കണക്കുകളാണ് സൃഷ്ടിച്ചത്. ഒക്ടോബർ മുതൽ ഡിസംബർ വരെ 1708 അപേക്ഷകൾ ഫയൽ ചെയ്തു. തുടർന്നായിരുന്നു ട്രംപ് വീണ്ടും തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. ഉക്രൈനും യൂറോപ്പുമായുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ വഷളായ ബന്ധം അമേരിക്കയുടെ സുരക്ഷ, വ്യാപാര നയങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഈ ഡേറ്റ പുറത്തുവരുന്നത്. എന്നാൽ ബ്രിട്ടീഷ് പൗരത്വം നേടിയെടുക്കുന്നതിന് കടമ്പകൾ ഏറെയാണ്. പൗരത്വത്തിന് യോഗ്യത നേടുന്നതിന് അപേക്ഷകർ 5 വർഷമായി രാജ്യത്ത് താമസിച്ചിരിക്കണം, അല്ലെങ്കിൽ ബ്രിട്ടീഷ് പൗരത്വം കൈവശം വച്ചിരിക്കുന്ന മാതാപിതാക്കളിൽ ഒരാൾ ഉണ്ടായിരിക്കണം. ബ്രിട്ടീഷ് പൗരനെ വിവാഹം കഴിച്ചവർക്ക് ബ്രിട്ടനിൽ 3 വർഷം താമസിച്ചതിന് ശേഷം അപേക്ഷിക്കാം. ഐറിഷ് പൗരത്വത്തിന് അപേക്ഷിക്കുന്ന അമേരിക്കക്കാരുടെ എണ്ണത്തിലും വർധനവ് ഉണ്ടായിട്ടുണ്ട്. റിപ്പോർട്ട് അനുസരിച്ച് ഐറിഷ് വംശജനായ വടക്കേ അമേരിക്കക്കാരിൽ നിന്നുള്ള അപേക്ഷകൾ കഴിഞ്ഞ വർഷം 46% വർധനവുണ്ടാക്കിയത്. കുടുംബത്തിലെ മുതിർന്ന പൗരന്മാരിൽ ഒരാൾ അയർലൻഡിൽ ജനിച്ചുവെന്ന് തെളിയിക്കാൻ കഴിയുമെങ്കിൽ വംശാവലി പ്രകാരം അമേരിക്കൻ പൗരന്മാർക്ക് പൗരത്വം അവകാശപ്പെടാൻ ഐറിഷ് നിയമം അനുവദിക്കുന്നുണ്ട്. അമേരിക്കൻ പൗരന്മാർ ബ്രിട്ടനിലേക്ക് കുടിയേറാൻ വിദ്യാർത്ഥി, തൊഴിൽ വിസകൾ ഉൾപ്പെടെ വിവിധ മാർഗങ്ങൾ ഉപയോഗിക്കുന്നുമുണ്ട്. ട്രംപിന്റെ പല നയങ്ങളും പല രാജ്യങ്ങൾക്ക് സൃഷ്ടിക്കുന്നത് വലിയ വെല്ലുവിളിയാണ്. അമേരിക്ക എന്നത് പലരുടെയും സ്വപ്ന രാജ്യങ്ങളിൽ ഒന്നാണ്. രാജ്യത്തിലെ പൗരന്മാർ അമേരിക്ക ഉപേക്ഷിക്കുന്നു എന്നത് ട്രംപിനെ സംബന്ധിച്ച് വലിയ നാണക്കേട് തന്നെയാണ്.